വെള്ളത്തിന്റെ അടിയിൽ പോയി നമ്മുടെ റാഫിക്കിന്റെ കാലാണിത്. അടിഭാഗം മൊത്തം പാറയടക്കും ഒക്കെയാണ്. അപ്പൊ ഇതാണ് അടിഭാഗത്ത് നല്ല പാറകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കുടുങ്ങി കീറിയതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ എത്രത്തോളം റിസ്ക് എടുത്താണ് നമ്മളിപ്പോ മുങ്ങുന്നത്. പരപ്പനങ്ങാടി പാലത്തിങ്കില് ന്യൂക്കട്ടില് 2 ദിവസം മുമ്പ് വെള്ളത്തിൽ പോയ ആൾക്കുള്ള തിരച്ചില് തുടരുകയാണ്. ഇന്നിപ്പോ 3-ാം ദിവസമായിട്ടും ഇതുവരെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ന്യൂക്കട്ടില് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ചാടി അതുവഴി ഇങ്ങനെ ഒഴുകി വന്ന് ഏകദേശം ഈ ഒരു ഏരിയ വരെയൊക്കെ അവരൊപ്പം ഉള്ളവർ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അവിടെ നിന്ന് താഴുകയായിരുന്നു. അപ്പോൾ NDRFിൻ്റെ ടീമും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും അതുപോലെ തന്നെ IRW അങ്ങനെയുള്ള മറ്റു സന്നദ്ധ സംഘടനകളൊക്കെ ഈ ഒരു 3 ദിവസവുമായിട്ട് തിരയുകയായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പരന്ന് ഒഴുകുന്ന സ്ഥലമാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ ആഴം വളരെ കുറവാണ്. ഈ ഒരു ബോട്ടുകൾ ഡിങ്കികളൊക്കെ പോകുമ്പോൾ അടി തട്ടുന്നുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അത്രത്തോളം വെള്ളമുള്ള ഇവിടെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ അടിത്തട്ടിലെ കുറേ കുഴികളല്ല, ഈ പാറകൾക്കിടയിൽ ഓട്ടകളുണ്ട്, മാളങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ സംഗതി കുടുങ്ങിക്കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കട്ടിലെ വെള്ളത്തിൽ പോയവർക്കുള്ള 3-ാം ദിവസവുമായിട്ട് തിരച്ചിൽ തുടരുകയാണ്. അപ്പോൾ വിവിധ സന്നദ്ധ പ്രവർത്തകരും NDRFും ഫയർഫോഴ്സും എല്ലാവരുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രോമാ കെയറിൻ്റെ 2 മുങ്ങൽ വിദഗ്ധർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഇതുവരെയുള്ള ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. റാഫിക, അപ്പോൾ 2 ദിവസമായിട്ട് ഈ ഒരു ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണെന്ന് അറിഞ്ഞു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? അതെ, നമ്മൾ ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ 3 ദിവസമായി. മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ വളണ്ടിയർമാർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പല സന്നദ്ധ സേവന പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്, നാട്ടുകാരെല്ലാവരും ഉണ്ട്. നമ്മൾ ഇത്ര നേരം വെള്ളത്തിലൂടെ ബോട്ട് ഓടിക്കുകയും തപ്പുകയും ഒരുപാട് ഭാഗങ്ങളിലൊക്കെ പോയി ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോ വെള്ളത്തിൽ പോയത് ഇവിടെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. എത്ര ദൂരം വരെയും പോയിട്ടുണ്ട് ഇതുവരെയായിട്ട്? നമ്മൾ ഏകദേശം പറഞ്ഞാല് ഈ പുഴയിൽ കൂടെ ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം നമ്മളിപ്പോ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. രാവിലെ 3 മണിക്ക് തുടങ്ങി. 3 മണിക്ക് തുടങ്ങിയിട്ട് പൊളിച്ചത് 3 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കരമലേക്ക് എത്തിയത്. വെള്ളത്തിന്റെ അടിയിലുള്ള അവസ്ഥ എന്താണ്? വെള്ളത്തിന്റെ അടിയിലെ അവസ്ഥ നല്ല ഒഴുക്ക്, നല്ല ഒഴുക്കുണ്ട്, കലക്കൊണ്ട് ഒഴുക്കുണ്ട്. ചളിയാണോ പാറയാണോ അങ്ങനത്തെ രണ്ടുണ്ട്. ചില സ്ഥലത്ത് പാറുണ്ട്, ചിലത്തൊക്കെ മണ്ണുണ്ട്. ഈ പൊത്തുകളുണ്ടോ? വലിയ വലിയ മരങ്ങൾ വീണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? മരങ്ങൾ ഇവിടെ അമ്മ നിൽക്കുന്ന മുന്നിലുണ്ട്. മരങ്ങൾ അടി പോയി എടുക്കണ്ടല്ലേ? ഇപ്പൊ 3 ദിവസമായതുകൊണ്ട് പൊന്താനുള്ള ടൈമോ ആയിട്ടുണ്ട്. ഇതുവരെയായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതുവരെയായിട്ട് പൊന്തിയതായിട്ടും കണ്ടിട്ടില്ല. ഒരുപാട് ഏകദേശം 10-ലേറെ ബോട്ടുകള് ഇപ്പോ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ഉണ്ട്. ഇതുവരെയായിട്ട് ഇതുണ്ടല്ലേ, ഇത്രയും ബോട്ടുകൾ ഇവിടൊക്കെ തെരഞ്ഞിട്ടും ഇതുവരെ നമുക്ക് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോ അടുത്ത പ്ലാന് എന്താണ് ഇപ്പോ ഉദ്ദേശിക്കേണ്ടത്? ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കൂടെ മുങ്ങലും തപ്പലും ബോട്ട് ഓടിച്ചൊക്കെ ഇപ്പൊ കുടുങ്ങിക്കിടക്കുക അങ്ങനെന്താ ആവാനാ ചാൻസ്? നമ്മള് 3 ദിവസം കൊണ്ട് ബോഡി വെള്ളത്തിനടി പൊന്തി വരുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ബോഡി വെള്ളത്തിനടിയിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കാൻ ചാൻസ്. അതിനുള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലേ? ഒരുപാട് പാറ മരങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാരെ കയ്യും കാലൊക്കെ കൊട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കാല് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടല്ലേ, കാലൊക്കെ അടിയൊക്കെ പൊട്ടിയിരിക്കാണ്. അടിയിലെ പാറയിലൊക്കെ ഒരച്ച്. എത്ര ആയം വെള്ളം ഉണ്ടാവും ഇവിടെ? ഇവിടെ മിക്കവാറും ഏകദേശം ഒരു 4 ആളെ
വെള്ളമൊക്കെ ചില സ്ഥലത്ത് ചില ഭാഗത്ത് ഒരാളെ വെള്ളം അങ്ങനെ പല ലെവലിലാണല്ലോ വെള്ളം വെള്ളമുണ്ട്. പാറ കയറ്റം കയറിക്കുമ്പോൾ വെള്ളം കുറയും. അങ്ങനത്തെ സാധ്യത. അല്ല വേലിയായിട്ട് ആ പ്രശ്നമുണ്ട് ഇവിടെ? ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ലല്ലേ? കടലിന്റെ ഇതായത് ചെറുതായിട്ട് വരുന്നുണ്ടാവില്ലേ? വരുന്നുണ്ട് ഇവിടെ. ആ കടലോര മേഖല ആയതുകൊണ്ടേ തള്ളല് കുറവായിരിക്കും. അപ്പം എന്തായാലും ആളെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ശരി.